ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് എന്ത് തന്നെയാണെങ്കിലും, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിലും, ഒരു ഡ്രീം ആണെങ്കിലും, കുറച്ച് പണമാണെങ്കിലും ഒക്കെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സയൻസ് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് യു ലൂസ് സംതിങ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുക. അത് പണമാകാം, എന്തെങ്കിലും വസ്തുവാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ ആവാം, അല്ലെങ്കിൽ ജോബ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഒരു ബിഗ്ഗസ്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നതിൻ്റെ മുൻപേ ഉള്ള ഒരു സംതിങ് നഷ്ടപ്പെടുക എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. വലുതെന്തോ വരാനിരിക്കുന്നു, അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് നടന്നിരിക്കും. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക മീൻസ് ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയെ നിങ്ങളെ കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വ്യക്തി നിങ്ങളെ വന്ന് കാണുന്നു, നിങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നു. ഇതെല്ലാം യാദൃശികമായിട്ട് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അത്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് മാത്രം കാണുക. ഇനി മൂന്നാമത്തെ സൈൻ പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് ലവ് റിലേഷൻഷിപ്പിൽ ഫൈറ്റോ, അല്ലെങ്കിൽ താല്പര്യക്കുറവോ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ, മെസ്സേജ് അയക്കാണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ പഴയ പോലെ ഒരു ഇൻറ്റിമസി ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഗൈഡൻസിലൂടെ അത് സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കാണുക. 111, 222, 333, 666, 777 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം പോസിറ്റീവാണ്. എന്തോ സംതിങ്ങുമായിട്ട് അലൈൻഡ് ആണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യവുമായിട്ട് അലൈൻഡ് ആണ് എന്നുള്ളതാണ് ഇതെല്ലാം മീൻ ചെയ്യുന്നത്. ഓരോരോ റിപ്പീറ്റഡ് നമ്പേഴ്സിനും ഓരോരോ മീനിങ് ആണുള്ളത്. ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നു. എന്താണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. ആ സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു ബിഗ്ഗസ്റ്റ് മാനിഫെസ്റ്റേഷൻ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലുതെന്ന് തോന്നുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി മിസ്സാവുക. ആ ഓപ്പർച്യൂണിറ്റി മിസ്സാകുന്നതിൽ നിന്നും നിങ്ങൾ സംതിങ് എന്തെങ്കിലുമൊക്കെ ആ ഒരു ലെസണിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നല്ലതെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അന്ന് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായത് നന്നായി, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ ആ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. ഭാവിയിൽ നിങ്ങൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആകേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തെ പഴിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോവാണ്ടിരിക്കുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് പോയാലും നമുക്ക് കരുതി വെച്ചിട്ടുള്ളത് നമ്മൾ ഡ്രീം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അലൈൻഡ് ആയിട്ട് വരുമ്പോൾ ആ കറക്റ്റ് ഡിവൈൻ ടൈമിങ്ങിൽ അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ പോസിറ്റീവായിട്ടിരിക്കുക. ഓപ്പർച്യൂണിറ്റീസ് മിസ്സാകുന്നത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ഇൻവിറ്റേഷൻസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പല പരിപാടികൾക്കും നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുക. അത് ചിലപ്പോൾ ആ ഇൻവിറ്റേഷൻസ് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ
സഹായിക്കുന്ന തരത്തിലുള്ള ഇൻവിറ്റേഷൻസ് ആണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് എന്നാണ് പറയുന്നത്. അടുത്ത സൈൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ നമ്മളിൽ ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ഒരു ഹൊറർ ആണെങ്കിൽ നമ്മൾ പേടിക്കും അല്ലെ, ഒരു ഇമോഷണൽ ഡ്രാമയാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാഡ് ആവും. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ നമ്മളോടൊരു കഥ പറയുകയാണ്, അല്ലെങ്കിൽ ആളുടെ ഒരു അവസ്ഥ പറയുകയാണ്. അപ്പൊ അത് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇപ്പൊ ഫെയിലിയറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഇമോഷൻ, സക്സസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ആ ഒരു ഇമോഷൻ ഉണ്ടാവും. ഇത് ശരിയല്ലേ? പക്ഷെ നമ്മളൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ഇമോഷൻസ് നമുക്ക് നമ്മളറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ എനർജി കൂടുതലായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ടയേർഡ് ആവുക, അല്ലെങ്കിൽ നമുക്ക് തോന്നും കുറച്ച് ദിവസം നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്ട് ഇടുക, വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 7 days കഴിഞ്ഞിട്ട് ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ഇത്ര വെയിറ്റ് ലോസ് ആയോ അല്ലെങ്കിൽ തടി കുറഞ്ഞോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ നമ്മുടെ എനർജി അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ലോസ് ആയി അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞു എന്നൊക്കെ, അല്ലെങ്കിൽ കുറച്ച് ടയേർഡായി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. കാരണം നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് മാത്രം എടുക്കുക. നല്ല റെസ്റ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോകുക. അത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്, അതൊരിക്കലും നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരിക്കുക. അടുത്ത 8ാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടല്ലോ. പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലോട്ട് ഈ ഒരു വീഡിയോ വരാൻ കാരണം എന്താ? നിങ്ങളിപ്പോ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും. ആ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ഡിവൈൻ ടൈമിങ് സംഭവിച്ചു, നിങ്ങൾക്ക് ആ ഒരു സൈനും എത്തിച്ചു തന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സ്വപ്നവും ഉടൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇമോഷനിൽ തന്നെ ഇരുന്നോളൂ. 100% ഗ്യാരണ്ടി അത് എത്തിയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. അതും ഒരു സൈനാണ്. ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് 8ാമത്തെ സൈൻ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.